24 രാജീവ് ദേവരാജൻ ഡി പ്രമേഷ് കുമാറും തുടരുന്നുണ്ട്. രാജീവ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ കോർത്ത് ഇണക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ VS അച്യുതാനന്ദൻ ആളുകളുടെ ഹൃദയത്തിൽ ചേക്കേറിയത്. ഇപ്പോൾ നേരത്തെ പലരും വന്നിട്ട് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്, വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മരണ വേളയിൽ ആ വിലാപയാത്രയിൽ പങ്കെടുത്ത ആ ഒരു മനുഷ്യൻ, അദ്ദേഹം VSനെയൊക്കെ തനിക്ക് 3 പേരാണ് തൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയത്. അതിൽ മൂന്നാമത്തെ ആളാണ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹവും എത്തിയത്. അങ്ങനെ ഈ ആളുകളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കയറിയിരിക്കാൻ കഴിയുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പല പല വിഷയങ്ങളിൽ ഇടപെടും. ഒരുപാട് പല വിഷയങ്ങളിലും ചിലപ്പോൾ ഒരു വലിയ വിഭാഗത്തിന് എതിരായ നിലപാടുകളൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ അത്തരം നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് VS ഒരു നല്ല മനുഷ്യനായിരുന്നു, ശരിയുടെ പക്ഷത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക അത് അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൻ്റെ ശുദ്ധി കൊണ്ടും അതിൽ അദ്ദേഹം അർപ്പിച്ചിട്ടുള്ള ആ ഒരു ആത്മാർത്ഥത കൊണ്ടും മാത്രമാണ്. അങ്ങനെ മനുഷ്യനെ അത്രയധികം സ്വാധീനിച്ച ഒരുപാട് നിമിഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ VSനെ ഇങ്ങനെ പ്രിയങ്കരനാക്കാൻ കഴിയുന്നതിൽ ഒരു കർഷക അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ജനിച്ചു വന്നതിൻ്റെ അതിൻ്റെ ഒരു പശ്ചാത്തലം അദ്ദേഹത്തെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കാം. ദിവീഷ്, അത്തരത്തിൽ ഓർത്തെടുക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തികച്ചും പ്രൊഫഷണലായിട്ടുള്ള ബന്ധം മാത്രമേ അദ്ദേഹവുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹവുമായിട്ട് അങ്ങനെ ഒരു വ്യക്തിബന്ധം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. വാർത്താ സമ്മേളനങ്ങൾ കാണുന്നതും അത്തരത്തിലുള്ള ബന്ധം വാർത്തയും. ഇപ്പോൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നടപടികളെയോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയോ അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും വിമർശിച്ച് വാർത്ത ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പ്രമേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് PR ചേംബറിൽ, സെക്രട്ടേറിയറ്റിലെ PR ചേംബറിൽ വിവാദമൂല എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം വാർത്താ സമ്മേളനം, അതായത് ബുധനാഴ്ചയുള്ള ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിഞ്ഞ് വാർത്താ സമ്മേളനം കഴിഞ്ഞ് പോകുന്നതിനിടെയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഈ വാർത്താ സമ്മേളനം നടത്തുന്ന വേദിയുടെ ഒരറ്റത്താണ്. ഏറ്റവും അവസാനം ടെലിവിഷൻ ചാനലുകൾ ആ ഭാഗത്ത് മൈക്ക് കൊണ്ടുവയ്ക്കാൻ വരെ തുടങ്ങി. അങ്ങനെ പറഞ്ഞ ഒരു ദിവസമാണ് VS അച്യുതാനന്ദൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്വം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പരാമർശം VS അച്യുതാനന്ദനിൽ നിന്നുണ്ടായത്. അത് മാധ്യമ സിൻഡിക്കേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് ആക്ഷേപിക്കുക, എന്നിട്ട് അവർ തന്നെ മാധ്യമ സിൻഡിക്കേറ്റിനെ ആശ്രയിക്കുക, അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് VS അച്യുതാനന്ദൻ വളരെ സരസമായി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഒരു പക്ഷേ അതിൻ്റെ ഫുൾ ടേപ്പ് എടുത്ത് കേട്ട് കഴിഞ്ഞാൽ ഞാനൊക്കെ ചോദ്യം ചോദിച്ചതും അത് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഏതായാലും അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുകയും അങ്ങനെ മാധ്യമ സിൻഡിക്കേറ്റിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അത് ആരെക്കുറിച്ചാണ് VS അച്യുതാനന്ദൻ പറയുന്നത് എന്ന് വ്യക്തമാക്കി പോകണമായിരുന്നു. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയത് ശരിയായില്ല, ആരാണെന്ന് വ്യക്തമാക്കണമായിരുന്നു. ഈ പരസ്യ വിവാദ പ്രസ്താവനകളുടെ പേരിലാണ് 2 പേരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത്. VS അച്യുതാനന്ദൻ, നേരത്തെ ദിവീഷ് പറഞ്ഞ VS അച്യുതാനന്ദൻ നടത്തുന്ന ചില പരാമർശങ്ങൾ, സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പോഴൻ എന്ന് പരാമർശിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. ഒരു വിവാദ വ്യവസായി CPMൻ്റെ നിയന്ത്രണത്തിലുള്ള കൈരളി ചാനലിൽ VS അച്യുതാനന്ദനെ അടക്കം വിമർശിച്ച് ഒരു അഭിമുഖം നൽകിയതിന് വെറുക്കപ്പെട്ടവൻ എന്ന് VS അച്യുതാനന്ദനാണ് വിളിച്ചത്. അന്ന് ഒരുപക്ഷെ മലയാളത്തിൽ ഉള്ള വാക്ക് തന്നെയാണ്, പക്ഷേ അതൊരു പുതിയ പ്രയോഗമായി വന്നത് VS അച്യുതാനന്ദൻ അത് പറഞ്ഞതിലൂടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളും VS അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരുപാട് പരാമർശങ്ങൾ VS അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ള പൊളിറ്റിക്സിന് മുന്നിൽ അത്തരം കാര്യങ്ങൾ ഒക്കെ മലയാളി ഡിസ്കൗണ്ട് ചെയ്ത് നൽകിയിട്ടുമുണ്ട്. അതാണ് രാജീവ്, ഇപ്പോൾ ഇന്നലെ EV ഉണ്ണികൃഷ്ണൻ ചെയ്ത ഒരു പാക്കേജ് ഉണ്ടായിരുന്നു VSൻ്റെ ഇത്തരം പരാമർശങ്ങളെ കുറിച്ച്. അപ്പോൾ എതിരാളികളുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവ് നൽകുന്ന പരിഹാസരൂപേണയാണ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു ഡിസ്കൗണ്ട്, അത് VS അച്യുതാനന്ദൻ എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു നന്മയും ശരിയെയും തിരിച്ചറിഞ്ഞ് സത്യത്തിൽ അത്തരം പ്രസ്താവനകളെ നമ്മൾ മറന്നു കളയുക കൂടിയാണല്ലേ? തീർച്ചയായും. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, VS അച്യുതാനന്ദൻ അധികാര പദവിയിലേക്ക് എത്തി അത്തരത്തിൽ സമൂഹവുമായിട്ട് ഇടപെടുന്ന കാലമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഏതാണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് 82-ാം വയസ്സിലാണ്. അപ്പോൾ കാലം പോയതിനനുസരിച്ച് VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സംഘടനാ രീതികളിലൊക്കെ നിന്നിരുന്ന ജനപ്രതിനിധിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ടെലിവിഷൻ ചാനലുകളുടെ അതിപ്രസരം, മീഡിയയുടെ അതിപ്രസരം ഒക്കെ വരുന്ന കാലത്ത് ഇങ്ങനെ ഓരോ വാക്കിനും പരാമർശങ്ങൾക്കുമൊക്കെ ഈ രീതിയിൽ താൻ ഓഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് VS അച്യുതാനന്ദന് ഒരുപക്ഷെ ആ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു
തനി നാടൻ ആയിട്ടുള്ള ഒരു വ്യക്തി, തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന വ്യക്തി, 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി. ആ രീതിയിൽ വി എസ് അച്യുതാനന്ദനിൽ നിന്ന് വന്ന പരാമർശങ്ങളാണ് അതൊക്കെ. പക്ഷേ അത്തരം ചില പരാമർശങ്ങൾ ശക്തമായ പരിഹാസത്തിൻ്റെയും ചാട്ടുളി പോലുള്ള വിമർശനത്തിൻ്റെയും ഒക്കെ ഭാഗമായി കൂടി വന്നതാണ്. അത് മലയാളിയെ പല രീതിയിൽ ചിന്തിപ്പിക്കാനും ഒരുപക്ഷെ പ്രതിഷേധത്തിൻ്റെ ഐക്യപ്പെടലിനുമൊക്കെ വി എസ് അച്യുതാനന്ദനോടൊപ്പം ചേർന്ന് നിൽക്കാൻ മലയാളികളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഭാഗമായി കൂടിയാണ് പല വിവാദ പരാമർശങ്ങളും വി എസ് അച്യുതാനന്ദനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരിയാണ്.